ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മമ്മൂക്ക, ലാലേട്ടൻ എന്നിവരുടെ പ്രത്യേക സിനിമ അപ്ഡേഷൻസ് ആയിട്ട് വന്നിട്ട്. സാധാരണ ഒന്നെങ്കിൽ മമ്മൂക്കയുടെ ആവും, ഒന്നെങ്കിൽ ലാലേട്ടൻ. പക്ഷെ ഇന്ന് രണ്ട് പേരുടെയും ഒരുപാട് സിനിമ അപ്ഡേഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് കാണുക. രണ്ട് പേരുടെ അപ്ഡേഷൻസ് ഉണ്ട്. രണ്ട് ഫാൻസിനും എന്താ പറയുക, അവർ ആഗ്രഹിക്കുന്നതിനപ്പുറമുള്ള അപ്ഡേഷൻസാണ് അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ലാലേട്ടൻ്റെ തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന അതിമനോഹരം എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഏകദേശം കഴിയാനായി. അതിൻ്റെ ഫൈറ്റ് സീനൊക്കെ ഈ അടുത്ത് ഷൂട്ട് ചെയ്ത് ലൗലാജൻ എന്ന ഒരു ക്യാരക്ടറായിട്ട് നമ്മുടെ ലാലേട്ടൻ അതിൽ ഒരു നല്ല അടിപൊളി ഒരു പോലീസ് ക്യാരക്ടറായിട്ടാണ് വരുന്നത്. കോമഡിക്ക് ഒരുപാട് പ്രാധാന്യമുള്ള ചിത്രമാണ്. എന്തായാലും ഡിസംബർ 23-24 ആ ഡേറ്റിലാവും ചിത്രത്തിൻ്റെ റിലീസ് വരിക. അതിൽ ഒരുപാട് പ്രതീക്ഷയാണ്. വേറൊരു പടം എന്ന് പറയുമ്പോൾ നമ്മുടെ മണിയമ്പിള്ള രാജു പ്രൊഡ്യൂസ് ചെയ്യുന്ന ചോട്ടാ മുംബൈക്ക് ശേഷം അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന മൂവിയാണ് ലാലേട്ടൻ വെച്ച് അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു കൊമേഴ്ഷ്യൽ അതുപോലെ ലാലേട്ടൻ ആടി തിമിർക്കാനുള്ള ഒരു പടമായിട്ടാണ് വരുന്നത്. നിയോഗാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ കൃഷാന്താണ് അതിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ലാലേട്ടൻ്റെ ചോട്ടാ മുംബൈ പോലുള്ള ഒരു എന്താ പറയുക, ഒരു പൊളി പടവും ആ ചിത്രം. ഇനി മമ്മൂക്കയുടെ മമ്മൂക്ക അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ധനുഷിൻ്റെ കൂടെയുള്ള OM1 എന്ന ചിത്രത്തിലാണ്. ഈ ചിത്രത്തിൻ്റെ ഒരു 5 ദിവസത്തെ ഷൂട്ട് കൂടി കഴിഞ്ഞ മമ്മൂക്കയുടെ അവിടുത്തെ ഫുൾ ഷൂട്ട് കഴിഞ്ഞു. പിന്നീട് അദ്ദേഹം അഭിനയിക്കാൻ പോകുന്നത് നിതീഷ് സഹദേവൻ്റെ മൂവിയാണ്. കുംഭകോണത്തെ അതിൻ്റെ ഷൂട്ട് തുടങ്ങാൻ പോകുന്നത്. ഒരു 9 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ ഒരു പെൺകുട്ടിയുടെ ക്യാരക്ടറും അതിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. എന്തായാലും അതൊരു വലിയ പ്രതീക്ഷയുള്ള മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏറ്റവും ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. കൊമേഴ്ഷ്യലി ഒരുപാട് പ്രത്യേകതയുള്ള പടമാണ്. അതുപോലെ തന്നെ എക്സ്പെരിമെൻ്റ് ഒരുപാടുണ്ട്. പിന്നെ വരാൻ പോകുന്നത് ഷിബിൻ മുരുകേഷിൻ്റെ ഒരു പടം വരുന്നുണ്ട്. അത് ഒരുപാട് പ്രാധാന്യമുണ്ട്. കാരണം ഒരു കോമഡിക്ക് ഒരുപാട് പ്രാധാന്യമുള്ള പടമാണ്. അത് മമ്മൂട്ടി കമ്പനി തന്നെ നിർമ്മിക്കും. മമ്മൂട്ടി കമ്പനിയുടെ 10ാമത്തെ ചിത്രവും ഈ ഷിബിൻ മുരുകേഷിൻ്റെ പടം. എന്തായാലും അതും ഒരുപാട് പ്രതീക്ഷ. അതിനുശേഷം വരാൻ പോകുന്നതാണ് നമ്മുടെ മട്ടാഞ്ചേരി മാഫിയ. ചിലപ്പോൾ മട്ടാഞ്ചേരി മാഫിയക്ക് മുമ്പ് നമ്മുടെ കണ്ണൂർ സ്ക്വാഡ് 2 അതിൻ്റെ ഏകദേശം വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ ഏകദേശം ഇങ്ങനെ റോണി വർഗീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. മമ്മൂക്ക ചെന്നൈയിൽ നിന്ന് വന്നാൽ ഉടനെ അതിൻ്റെ ബാക്കി വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങും. എന്തായാലും കണ്ണൂർ സ്ക്വാഡ് 1 വമ്പൻ ഹിറ്റായത്. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു ഹിറ്റായ മൂവിയാണ്. അപ്പോൾ അതിന് ശേഷം അതിന് 2ാം ഭാഗം വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളാണ് നമുക്ക്. കാരണം 1 മിനിറ്റ് പോലും ലാഗടിപ്പിക്കാതെ നല്ല ഫാമിലിക്ക് കാണാൻ പറ്റിയിട്ടും യൂത്തിനും കുട്ടികൾക്കും അങ്ങനെ എല്ലാ മേഖലയിലെല്ലാം എന്താ പറയുക, ഒരു പ്രേക്ഷകനും കാണാൻ പറ്റുന്ന രീതിയിലായിരുന്നു ആ കണ്ണൂർ സ്ക്വാഡിൻ്റെ ഒരു മേക്കിങ്. അപ്പോൾ അതുപോലെ തന്നെയുള്ള ഇതിൽ കുറച്ചും കൂടി മാസ് എലമെൻറ്റ്സ് കൂടുന്നതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്തായാലും ഒരുപാട് പ്രതീക്ഷകളാണ്. അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ജയിലർ 2 എന്ന ചിത്രമുണ്ട്. രജനീകാന്തിൻ്റെ കൂടെ അതിൽ ഷാറുഖ് ഖാൻ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഋത്തിക് റോഷനും അതിൽ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ടെന്നാണ് കിട്ടിയ റിപ്പോർട്ട്. എന്തായാലും ഒരുപാട് പ്രതീക്ഷ. അതുപോലെ തന്നെ സത്യനന്ദിക്കാട് ലാലേട്ടൻ മൂവി, അങ്ങനെ ഒരുപാട് ചിത്രങ്ങളാണ് ഈ മമ്മൂക്കക്കും ലാലേട്ടനും. പറഞ്ഞാൽ തീരാത്തത്ര കഥാപാത്രങ്ങളും ഇനി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അടുത്തടുത്ത വീഡിയോസിൽ വരും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് കമൻ്റായിട്ട് എഴുതുക. അതുപോലെ തന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.